ശരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു, നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. കാരണം എന്ന് വെച്ചാൽ പാടാൻ പറ്റാത്ത ഞാനും പാടിപ്പോകുന്ന രീതിയിൽ നിങ്ങൾ പാട്ടുകൾ അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പാരഡിയായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു പല്ലവിയേക്കാൾ കൂടുതൽ സുധീറിന്റെ അനുപല്ലവികളുണ്ടല്ലോ. നിങ്ങൾ ശരിക്കും പാട്ട് എഴുതേണ്ട ആളാണ്. ആദ്യം ഈ പാട്ട് നമ്മളൊന്ന് പാടുന്നു, എന്നിട്ട് തുടങ്ങാം. നിങ്ങളുടെ സയന്റിഫിക് പാട്ടാണ് ആമാശയം. അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രീയമായ ഒരു അപ്രോച്ചിന് ആമാശയം തന്നെയാണ് ആദ്യം വേണ്ടത്. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു, തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു, തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുവാ, രോഗം രോഗം വയറിനുള്ളിൽ കളകളനാദം. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു, നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം. സത്യത്തിൽ കവിത എഴുതാനുള്ള ഒരു പ്രതിഭ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണെന്ന് തോന്നുന്നു ഈ തരത്തിൽ പരുവപ്പെട്ടു വരുന്നത്. അല്ല, പണ്ട് എഴുതുമായിരുന്നോ? ഇല്ലില്ല, പണ്ട് എഴുത്തൂല, പാരഡിയും പണ്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് എപ്പോഴോ ഒരു സമയത്ത് ഇങ്ങോട്ട് വരെയാണ് ചെയ്തത്. പക്ഷെ പാട്ടൊക്കെ പാടും. ചെറിയ രീതിയിലുള്ള അത്യാവശ്യം നാട്ടിൻപുറത്തൊരു പാട്ട് പാടുന്ന ഒരാളൊക്കെ ചെറുപ്പത്തിലേക്ക്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ പാരഡി ഒന്നും അങ്ങനെ, നമ്മൾ പാരഡി കേട്ടിട്ടുണ്ട്, ഈ ഡ്രൈവർ സാറിൻ്റെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, നാഷികൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിലും പാരഡി ഒന്നും അങ്ങനെ ഇതുണ്ടായില്ല. പക്ഷെ പിന്നീട് എപ്പോഴോ പാരഡി ഇങ്ങനെ വന്നതാണ്, ഇടയ്ക്ക് വെച്ചിട്ടാണ് കയറി വന്നത് സംഭവം. പിന്നെ അങ്ങോട്ട് എഴുതി തുടങ്ങിയപ്പോൾ അതിന് വേണ്ടി തന്നെ ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൂടുതൽ പോണ വഴിക്കെല്ലാം പിന്നെ പാരഡി മാറി. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരികൾ വന്നുകൊണ്ടിരിക്കുമല്ലേ? എവിടെയെങ്കിലുമൊക്കെ നമ്മൾ, എനിക്ക് യാത്രയിലാണ്, എനിക്ക് വീട്ടിലോ അല്ലെങ്കിൽ റൂം എടുത്തിരുന്ന് എഴുതിയാലോ ഒന്നും കിട്ടൂല. നമ്മൾ വണ്ടിക്ക് യാത്ര ചെയ്യും, ഒറ്റക്ക് പോകുമ്പോൾ പോണ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു സ്പാർക്ക് ചെയ്തൊരു വരി വരുന്നു. അപ്പൊ അത് നമുക്ക് ആ പടത്തിൽ, ഞാനിപ്പോ ശ്രദ്ധിക്കണ ചില പാട്ടിന്റെ വരികൾ നമുക്കറിയാം. ഇപ്പൊ ആമാശയം തന്നെ എടുത്താല് നമ്മള് സായന്ത് മോൻ തിന്നൊരാപ്പിൾ, അപ്പൊ ഞാനത് പിടിച്ചത് ഫസ്റ്റ് ആമാശയം എന്നുള്ള വരി എനിക്ക് കിട്ടി, ഒറ്റ വരി. പിന്നെ എനിക്ക് അതിന്റെ കണ്ടിന്യൂസ് വേറെ വരികൾ ഉണ്ടായില്ല. പിന്നെ എനിക്ക് ഞാൻ റൂമിൽ ചെന്നിട്ട് ഇത് ഒരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയ വരി എന്ന് പറഞ്ഞാൽ പിന്നെ അനുപല്ലവിട്ടാണ്. അനുപല്ലവിൽ മറ്റേ സായന്തനത്തിൻ്റെ കണ്ണിൽ സായന്ത് മോൻ തിന്നൊരാപ്പിൾ, അങ്ങനെയാണ് കിട്ടി തുടങ്ങിയത്. പിന്നെ അവിടെ തൊട്ട് പൂരിപ്പിച്ച് പിന്നെ തുടക്കം മുതൽ. പക്ഷെ സായന്തനം സായന്ത് മോനാവുമ്പോൾ എത്ര സിങ്ക് മീറ്റർ മാത്രമല്ല, നിങ്ങൾ ഈ അർത്ഥം കൊണ്ടുവരുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഒറിജിനൽ പാട്ടിൽ പോലും ഇത്രയും ഒരു കഥ പറച്ചിൽ രീതി ഉണ്ടാവില്ല. ചിലപ്പോൾ ചില വരികളൊക്കെ ചാടിയൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ചാടാതെ തന്നെ ആ അർത്ഥത്തിനകത്ത് നിന്ന് ഈ മീറ്ററിലൊരു സാധനം എഴുതുക, ഇതൊരു അസാധ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ട് സപ്പോർട്ടിന്റെ ടൈമിൽ ഇത് ചെറിയ രൂപത്തിലാണ് വന്നതെന്ന് തോന്നുന്നു. പിന്നീടാണ് ഇത് സ്റ്റേജിലേക്ക് വലിയ രൂപത്തിൽ പാരഡി ആയിട്ട് പരുവപ്പെട്ടത്. അതെ അതെ, ഇത് പിഷാരയുടെ പരിപാടിയിൽ ഒരു ചെറിയൊരു സ്കിറ്റ് പോലെ ചെയ്തു പോകുന്നതാണ് നമ്മൾ. പക്ഷെ അതിനിടയ്ക്ക് എപ്പോഴും ഒരു 4 പേര് പാടിയപ്പോഴാണ് ഇങ്ങനെ സാധ്യത കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിയത്. പിന്നെ പിഷാരടി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, പാരഡി എഴുതാം. പിന്നുള്ള ഓരോ സ്കിറ്റുകളിലൊക്കെ ഈ പാട്ട് കയറ്റി തുടങ്ങി. അപ്പൊ അവിടെ നിന്ന് പിന്നെ പാരഡിക്ക് ഉള്ള ഇതായി മാറിയത് ആ പരിപാടി. അതുപോലെ ഈ വി ഡി രാജപ്പൻ സാറിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്നു. പിന്നെ നാദൃശയ്ക്കാണ് കുറച്ച് ഇതിനെ എക്സ്പ്ലോർ ചെയ്തത്. പക്ഷെ അതിന് ശേഷം കേൾക്കുന്ന പേരായിട്ട് ഇപ്പോൾ ഒരു നടനപ്പുറത്തേക്ക് സുധീർ മാറിയിട്ടുണ്ട്. ഇതൊരു ഹാപ്പിനെസ് ആണ്. ഈ ഹാപ്പിനെസ് മുന്നോട്ട് പോകുമ്പോൾ അഭിനേതാവ് എന്നുള്ള രീതിയിൽ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയല്ലേ? അപ്പോൾ അവിടെയും പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാക്കും. അതേ ഈ ആവർത്തിച്ച് കേൾക്കാനും താല്പര്യം ഉണ്ടാവും, പുതിയ പാട്ടുകൾ കേൾക്കാനും താല്പര്യം ഉണ്ടാവും. അങ്ങനെ സെറ്റിൽ ഇരിക്കുമ്പോഴൊക്കെ ഈ പുതിയ പാട്ടുകൾ വല്ലതും ആശയം കിട്ടിയിട്ട് അത് പിന്നെ സ്റ്റേജിൽ അങ്ങനെയാണ് മിക്കതും. ചില സമയത്ത് സെറ്റിൽ വെച്ചൊക്കെ ചില പാട്ടുകൾ ഉണ്ടാകുമ്പോൾ 3-4 പേരെയൊക്കെ അവിടെ പാടുമ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു പാട്ട് കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കിട്ടാറുണ്ട്. ഈ പറഞ്ഞ പോലെ കീരവാണി സാറിന്റെ ശിശിരകാലം അതിനെ മാറ്റിയിട്ടുള്ളതുണ്ടല്ലോ, അടിപൊളി പരിപാടിയാ. ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ,
അത് സാധ്യമാകുമോ? ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ? പരോൾ സാധ്യമാകുമോ? ഓ അല്ല, അതിന്റെ ഇടയ്ക്കുള്ള സാധനം കൂടെ ഉണ്ട്. നിങ്ങളുടെ രണ്ടിടങ്ങളിൽ ബോംബ് സ്ഫോടനം, ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ. ഓ അളിയനെ കുറിച്ചാണത്. അതെ 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 അതെ. ഈ സുധീറിനെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന എനിക്ക് തോന്നുന്നു പാടാനുള്ളൊരു മിടുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ വി ഡി രാജപ്പൻ സാറിൻ്റെ ഒരു ഇതിനകത്ത് എപ്പോഴും ആ പാരഡിയെ തന്നെ സാറിൻ്റെ വോയിസിൽ സാറ് നിർത്താൻ ശ്രമിക്കും. പക്ഷേ സുധീർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാരഡി അല്ല, ഈ കഥയ്ക്ക് വേണ്ട ഫീലിങ്സ് ആണ്. അതും പാട്ടിൽ എന്ത് ഫീലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. ഇല്ലെങ്കിൽ ആ പറയുന്ന കഥ ഈ ഫീലിൽ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊരു ശ്രദ്ധ, അത് വേറിട്ടതാണ്. കാരണം രാജപ്പൻ സാറിന്റെ സ്റ്റൈലിൽ കംപ്ലീറ്റ് കോമിക് ആക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അന്നത്തെ പാരഡികൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി പ്രതീക്ഷ അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ചില വരികള് സാറി പറഞ്ഞ പോലെ അങ്ങനെയാക്കി മാറ്റും. എനിക്ക് തോന്നുന്നു സുധീർ വിജയിച്ചതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നതും ഈ ഫീലാണ്. കാരണം ഈ പാട്ട് പാടുന്ന സമയത്ത് സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ ഇരിക്കുന്നതാണെന്ന് മനസ്സിലാവും, ശരിക്കും ഇവർ പാരഡിയാണോ കേൾക്കുന്നതെന്ന് തോന്നില്ല. അത് ഭയങ്കര അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും. കമന്റുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. ഒറിജിനൽ ഏതാണെന്ന് ചോദിക്കും പലരും, പല പാട്ടിന്റെ ഇങ്ങനെ പാടുമ്പോൾ. അപ്പൊ അത് ഈ പറഞ്ഞിട്ട് ഒരു വലിയ ഗുണം ചെയ്യാറ്. ഞാനും ശ്രമിക്കണം അങ്ങനെ ഉണ്ട്. കാരണം വെച്ചാൽ ഈ വരികൾ അത് കല്ല് വരാതിരിക്കുക, പറഞ്ഞ വരികളുടെ എൻഡിലൊക്കെ ഒപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മാക്സിമം. അങ്ങനെ കുറെ വരികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിലതൊക്കെ നല്ല വാക്കുകളൊക്കെ, ചിലത് ചേരില്ല, സിങ്കാവൂല. ശ്രീരാഗത്തിന്റെ കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത, ഇത് സിംഗ് എന്ന് പറഞ്ഞുണ്ടല്ലോ. രജനീഷ് അടിപൊളിയായിട്ട് പാടണുണ്ടല്ലോ. അല്ലല്ല, ഇത് നിങ്ങളെ കണ്ട് അനുകരിച്ചിട്ട് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഞാൻ. അതായത് പാട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നതിൽ സുധീറിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കും പാരഡി എഴുതാൻ തോന്നുന്നുണ്ടെന്നുള്ളതാണ്. അത് ഇൻസ്പിറേഷനാണ്. ചിലരൊക്കെ എനിക്ക് വോയിസ് അയച്ചു, ആരും പാടിയതൊക്കെ അയച്ചു തരുന്നത്, ഇന്നാള് പാടിയ. പക്ഷെ നന്നായിട്ട് അവർക്ക് ടഫായിട്ടുള്ള ചില വരികൾ, അപ്പൊ എന്റെ ക്ലിഞ്ഞോന്റെ തന്നെ വരികളൊക്കെ പാടാൻ പറ്റും. പക്ഷെ കുറെ പിള്ളേരൊക്കെ പാടി കറക്റ്റ് ആയിട്ട് അയക്കണവരൊക്കെ. അത് ശരത് സാറിന്റെ പാട്ടും കൂടിയാണ്. അതെ, ശരത് സാർ എന്നിട്ട് ചീത്ത വിളിച്ചില്ല എന്നാണ് എന്റെ ചോദ്യം. എനിക്ക് ഉള്ളിലെ പേടി. കാരണം വെച്ചാല് ഇത് അങ്ങനെ ഒരു പാട്ടല്ല, വേദികളിലെ അപൂർവ പാടാറുള്ള ആൾക്കാർ അത്രയും പാട്ടിൻ്റെ ഒരു ഇതുണ്ട്. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത, കേശവാ നിൻ മീശയിൽ ചെറുപയറു കറിയുടെ സാമ്പിളോ, ചോറു തിന്നാ കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ, കഴുകിടാനായി മോഹം കയ്യിൽ വേസ്റ്റ് പോലും ഇല്ലഹേ, ഇനിയുമീ കടകളിൽ കയറാനായി മോഹം. ശ്രീരാജുമായി വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാൻ പാൽപായസം, ചോറിൻ്റെ കൂടെ കറികളും അതിലേറെയായി ആക്രാന്തമോടെ തിന്നു ഞാൻ. വയറിൻ്റെ ഉള്ളിൽ സ്പന്ദനം, ഇനി ജ്യൂസൊരൽപ്പം മോന്തിടാം. ശ്രീരാജുമായി വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാ.